ഹലോ ഗൈസ്, ഇന്ന് ഞാനുള്ളത് എൻ്റെ പെങ്ങളുടെ കൂടെയാണ് ഗൈസ്. പെങ്ങൾ നിൽക്കുന്നു ഗൈസ്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ഏറ്റവും കൂതറ ഫോൺ, സാംസങ് F15 5G. ഈ ഫോൺ എടുക്കരുത് മക്കളെ. പറയുമാതോ എൻ്റെ അനുഭവം എടുക്കരുത് മക്കളെ ഈ കൂതറ തല്ലിപ്പൊളി ഫോൺ. ഇതുകൊണ്ട് ഞങ്ങൾ കുറേ നാളായി, ശരിക്കും ഞാൻ വീഡിയോ കുറേ നാളായി ഞാൻ അനുഭവിക്കുന്നു ഗൈസ്. സത്യം കുറേ നാളായി. നമ്മൾ 2 മാസമായി ഫോൺ എടുത്തിട്ട്. പക്ഷെ നമ്മൾ ആകെ 2 ദിവസം മര്യാദയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ അല്ലേ. 2 ദിവസം നമ്മൾ മര്യാദയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. അതിൽ എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം അല്ലേ സർവീസ് സെൻറ്ററിൽ വിസിറ്റ് ചെയ്ത്. 3 തവണ സർവീസ് സെൻറ്ററിൽ വിസിറ്റ് ചെയ്തു. 3 തവണ സാംസങ് ഹെൽപ്പ് ലൈൻ വിളിച്ചു. എന്നിട്ട് നമുക്കൊരു ഉപകാരമില്ല. ഈ സാധനം ഇതിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ടച്ച് മാറിയിട്ടുണ്ട്, നമ്മളെ ചാർജിങ് പോർട്ട് മാറിയിട്ടുണ്ട്. എന്നിട്ടാണ് ഒരു പുതിയ ഫോണിൻ്റെ ലെവലിലേക്ക് വന്നത്. തല്ലിക്കൂട്ട് ഫോണാണ് സാംസങ് ഇറക്കിയിട്ടുള്ളത്. ഏറ്റവും മോശം എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഈ 2 മാസമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇതിൻ്റെ അവസ്ഥ എന്താണെന്നല്ലേ മാധു. ഫോൺ വിളിക്കാൻ പറ്റില്ല. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കിട്ടിയ 20 ദിവസത്തിന് ശേഷമുള്ള റിവ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഫോൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ട്, പോയി കണ്ടാൽ മനസ്സിലാവും ഗൈസ് ഇതിൻ്റെ ശരിക്കുമുള്ള റിയാലിറ്റി എന്താണെന്ന്. അതിനു മുമ്പ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അടിപൊളി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടിട്ടുള്ളത്. കാരണം നമുക്കറിയില്ലല്ലോ, നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ബോക്സ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. സാംസങ്ങിൻ്റെ ലോ ബഡ്ജറ്റ് ഫോണിൽ സൂപ്പർ അമോൾഡ് ഡിസ്പ്ലേ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളെടുത്താണ്. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷേ കുറച്ച് ദിവസം ഉപയോഗിച്ചതിന് ശേഷം നമ്മുടെ അവസ്ഥ ഭയങ്കര ഭീകരമായി, അതിദാരുണമായിരുന്നു, അങ്ങനെ വേണം പറയാം. കയ്യിലുള്ള പൈസ കൊടുത്തിട്ട് കടിക്കണ പട്ടീനെ വാങ്ങുന്ന അവസ്ഥ, അങ്ങനത്തെ അവസ്ഥയാണ്. പട്ടിയാണെങ്കിൽ കുറയ്ക്കെങ്കിലും ചെയ്യും, കടിക്കെങ്കിലും ചെയ്യും. ഇത് അങ്ങനത്തെ ഒരു അവസ്ഥയില്ല. ഇത് അതിന് പോലും ഉപകരിക്കായിരുന്നില്ല. സർവീസ് സെൻറ്ററിൽ ഇപ്പോൾ 2 ദിവസം മുമ്പാണ് നമുക്ക് സർവീസ് ചെയ്ത് കിട്ടിയത്. ഏകദേശം ഒരു 10 ദിവസത്തിന് മുകളിൽ സർവീസ് സെൻറ്ററിൽ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഒരു 10 ദിവസം പോയി. പിന്നെ ഒടുക്കത്തെ ഹാങ് കാരണം നമുക്കിത് ഉപയോഗിക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ 2 ദിവസമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ വലിയ കുഴപ്പമില്ല. സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ടച്ചും വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ആദ്യം ഇത് ടച്ചും വർക്ക് ചെയ്യില്ല, അതുപോലെ തന്നെ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ്ങിൽ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു സെക്കൻഡ് ഹാൻഡ് ഫോണിൻ്റെ ഒരു ഗുണം പോലും ഈ ഫോണിന് ഉണ്ടായിരുന്നില്ല. അത്രയും മാരകമായ വൃത്തികെട്ട അനുഭവമായിരുന്നു ഞങ്ങൾക്ക്. അതിൽ ആദ്യത്തെ സർവീസ് സെൻറ്റർ വിസിറ്റ് നടത്തിയപ്പോൾ ഇവർ ഈ സ്ക്രീൻ കാലിബ്രേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്ഗ്രഡേഷനൊക്കെ കുറേ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ചെയ്തിട്ട് ഒരു മാറ്റമില്ലാണ്ടായപ്പോഴാണ് അവസാന പൊടിക്കൈ എന്നുള്ള രീതിയിൽ അവർ ഇതിൻ്റെ ഡിസ്പ്ലേയും ഈ ചാർജിങ് പോർട്ടും മാറിയത്. എങ്ങനെ? ഇവള് പറയണത് ഇത് ഫ്രീ ഓഫ് കോസ്റ്റിനായിരുന്നു എന്ന്. പിന്നെ നമുക്ക് എന്താ പറയുക, അവർ വല്ലാണ്ട് നമുക്കെന്തോ എന്താ പറയുക, നമ്മൾ എങ്ങനെ പറയാം അതിനെ, നമുക്കെന്തോ ഒരു പുണ്യപ്രവൃത്തി ചെയ്ത് തന്ന പോലെയാണ് ഇവളുടെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ. ഫ്രീ ഓഫ് കോസ്റ്റ്. അത് 1 ഇയർ മാനുഫാക്ചർ ആണ്. നമ്മളെ കസ്റ്റമറുടെ അവകാശമാണ്. ആ അവകാശത്തിലാണ് നമുക്കിത് മാറി കിട്ടിയത്. അല്ലാണ്ട് വെറുതെ ഒന്നും അവർ ചെയ്തു തരില്ല. പക്ഷെ ഞാനിതിനെതിരെ പ്രതികരിക്കും. ഇതിനെതിരെ കൺസ്യൂമർ നാട്ടിൽ വെള്ളി വേണമല്ലോ, അതൊന്നും വെള്ളിയാഴ്ചല്ലോ. കൺസ്യൂമർ കംപ്ലൈൻറ്റ് കൊടുക്കാനുള്ള എല്ലാ പരിപാടികളും നമ്മൾ ചെയ്തു വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരിക്കലും ഈ സാംസങ്ങിൻ്റെ ലോ ബഡ്ജറ്റ് ഫോണുകൾ ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം അങ്ങനത്തെ വൃത്തികെട്ട ഏറ്റവും മോശപ്പെട്ട അനുഭവമാണ് നമുക്ക് ഇവരെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഭയങ്കര സാംസങ് ഫാനൊക്കെ ആയിരുന്നു കേട്ടോ. S23 അൾട്ര, S24 അൾട്ര എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മേടിക്കാൻ കാശില്ലെങ്കിലും അതിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇതൊക്കെ ഈ ബ്രാൻഡ് കളഞ്ഞ് പൊളിച്ചു. ശരിക്കും പറഞ്ഞാൽ അവരെ സർവീസ് ഹെൽപ്പ് ലൈൻ വിളിച്ചപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ എന്താ പറയുക, അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. അപ്പോൾ ആരെങ്കിലും ഇങ്ങനത്തെ ലോ ബഡ്ജറ്റ് സാംസങ്ങിൻ്റെ ഫോണുകൾ എടുക്കാൻ തുനിയുന്നുണ്ടെങ്കിൽ ഒരിക്കലും എടുക്കരുത് ഗൈസ്. നിങ്ങളെ കയ്യിലുള്ള പൈസ പോകും. മാത്രമല്ല ഇത് ഗംഭീര ഹാങ്ങാന്ന് കുറേ പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സർവീസ് സെൻറ്ററുകാരെന്നെ പറഞ്ഞു ഇങ്ങനത്തെ ഈ ടൈപ്പ് ഫോണുകൾ, ലോ ബഡ്ജറ്റ് ഫോണുകൾ അവരെ കൂതറ ഫോണുകളാണ്. കൂതറ ഫോണൊന്നും അവർ നമ്മളോട് നേരിട്ട് പറഞ്ഞില്ല, കാരണം അവർ സാംസങ്ങിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്.
ഹാങ് ഉണ്ടെന്ന്, ഹാങ് ഇഷ്യൂ പറഞ്ഞിട്ട് കുറേ പേര് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആരെങ്കിലും ഇപ്പോൾ ഈ സാംസങ്ങിൻ്റെ ഫോണുകൾ, ലോ ബഡ്ജറ്റ് ഫോണുകൾ എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കരുത്. നേരെ മറിച്ച് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ബ്രാൻഡുകൾ വേറെ കാണുന്നുണ്ട്. മോട്ടോ, പിന്നെ ഏതൊക്കെ മാതോ, റിയൽമി, പിന്നെ പോക്കോ. ഇവൾ ഉപയോഗിച്ചതിന് മുമ്പ് ഉപയോഗിച്ചത് റിയൽമി 1 ആണ്. 1 നിങ്ങൾ അറിയണം കേട്ടോ, റിയൽമിയുടെ ഏറ്റവും ഫസ്റ്റ് ഫോണാണ് കേട്ടോ. ആ ഫോണാണ് അവൾ ഉപയോഗിച്ചിരുന്നത് ഇതുവരെ. എന്നിട്ടൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറേ വയസ്സായില്ലേ, ഈ സൈഡിലത്തെ ഇതൊക്കെ, ഈ ബാക്കിലത്തെ പൗച്ചൊക്കെ ഇങ്ങനെ വീണു തുടങ്ങിയപ്പോഴാണ് അവൾ മാറ്റണം എന്ന് തോന്നിയത് അവൾക്ക്. കാരണം അത്രയും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായി തുടങ്ങി. ഹാർഡ്വെയർ വെച്ച് പുറമേ ഉള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ സോഫ്റ്റ്വെയറിൽ ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ ഇപ്പോഴും ഫോൺ വർക്ക് ചെയ്യുന്നുണ്ട് സോഫ്റ്റ്വെയർ ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറെ ഏതെങ്കിലും നല്ല ഫോൺ ഓപ്ഷനുകൾ നോക്കിക്കോ. ഒരിക്കലും ഈ ബ്രാൻഡ് നിങ്ങൾ എടുക്കരുത് ഗൈസ്, പെട്ടുപോകും. ഞങ്ങളുടെ അവസ്ഥയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും വിട.